വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രതീക്ഷ. മാനിഫെസ്റ്റേഷനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളൊരു അഭിപ്രായം എന്നോട് ചോദിച്ചിട്ടുണ്ട് കുറച്ച് പേര്. പക്ഷേ മാനിഫെസ്റ്റേഷനെ പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1700 പേര് ഇപ്പോൾ അതിന് വ്യൂവേഴ്സായി കയറിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കിട്ടിയ വീഡിയോ ആണ് അതങ്ങനെ വ്യൂവേഴ്സിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല വീഡിയോ തന്നെയായിട്ടാണ് എനിക്കത് തോന്നുന്നത്. അത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. മാനിഫെസ്റ്റേഷൻ എന്നാൽ എന്താണെന്നും അതിന്റെ നല്ല വശങ്ങളെ പറ്റിയും ചീത്ത വശങ്ങളെ പറ്റിയും ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ഒരു കാര്യം നമ്മൾക്ക് എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ ആ സംഭവത്തെ അല്ലെങ്കിൽ ആ നേടിയെടുക്കാനുള്ള പ്രതിഭാസത്തെ നേടിയെടുത്തതായി അത് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടും ലൈവായിട്ട് നമ്മൾ നമ്മുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് അത് പ്രാവർത്തികമാക്കി തീർക്കുക, അനുഭവത്തിൽ വരുത്തി തീർക്കുക എന്നുള്ളതാണ് സിമ്പിളായി പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. എന്നാൽ മാനിഫെസ്റ്റേഷനിലൂടെ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ അതിന് ഒരുപാട് സമയം വേണ്ടിവരും. അതായത് നല്ല ഇൻറ്റ്യൂഷൻ പവറുള്ളവർക്ക് മാത്രമാണ് മാനിഫെസ്റ്റേഷനിലൂടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുക എന്നുള്ളത്. അതായത് നല്ലവണ്ണം പ്രാർത്ഥനയിൽ മുഴുകുന്നവരും അതോടൊപ്പം മെഡിറ്റേഷൻ ചെയ്യുന്നവരുമാണ് മാനിഫെസ്റ്റേഷൻ ചെയ്താൽ കൂടുതൽ വർക്കൗട്ട് ആകുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പ്രെയറാണ്. പ്രെയറിന് തൊട്ടടുത്ത് ചെയ്യേണ്ടത് മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ ശേഷമാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ പ്രെയർ പ്ലസ് മെഡിറ്റേഷൻ പ്ലസ് മാനിഫെസ്റ്റേഷൻ എന്നാണ് അതിൻ്റെ ഒരു ശൃംഖല പോലെ പോയിരിക്കുന്നത്. അപ്പോൾ മാനിഫെസ്റ്റേഷനിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലൊരു ജോബ് കിട്ടുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കരിയറിൽ നല്ല പ്രമോഷൻ, അതായത് നല്ല ജോലി ചെയ്ത മണി ഏൺ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കൊരു വാഹനം നല്ലത് വാങ്ങിക്കണമെങ്കിൽ, നല്ലൊരു ആർഭാടപരമായൊരു വാഹനം വാങ്ങണമെങ്കിൽ അത് വിഷ്വലൈസേഷൻ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വിഷ്വലൈസേഷനിലൂടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ്. പക്ഷേ നേരെ മറിച്ച് മാനിഫെസ്റ്റേഷന് ചീത്ത വശങ്ങളും കൂടിയുണ്ട്. അതായത് ഒരിക്കലും നമ്മൾ നെഗറ്റീവായ എനർജിയെ മാനിഫെസ്റ്റേഷനിലൂടെ അട്രാക്ട് ചെയ്യരുത്. കാരണം ആളുകളെ ആയാലും ഒരു പ്രതിഭാസത്തെ, ഒരു സംഭവത്തെ ആയാലും അതിന്റെ നല്ല വശങ്ങൾ മാത്രമാണ് പുറമേ നമ്മൾ കാണുന്നത്, അതിന്റെ ഉള്ളിൽ ചില വശങ്ങളുണ്ട്. അപ്പോൾ മാനിഫെസ്റ്റേഷനിലൂടെ അതിനെ ആകർഷിച്ച് നമ്മളുടെ അടുത്ത് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നീടുണ്ടാവുന്ന സംഭവങ്ങൾ ഒരു പക്ഷേ നമുക്ക് ട്രാജഡിയായി മാറുന്നതായിരിക്കാം. ചില ആളുകൾ നമ്മൾ പരിചയപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ മാനിഫെസ്റ്റേഷൻ വഴി ആളുകൾ അവരെ അട്രാക്ട് ചെയ്യാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവരുമൊത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് അവരെത്രമാത്രം ചീത്ത ആളുകളായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് മാനിഫെസ്റ്റേഷൻ ചീത്ത വശങ്ങളും കൂടിയുണ്ട് എന്ന് പറയുന്നത്. ഏതൊരു വസ്തുവായാലും നല്ല വശങ്ങളുടെ ഒപ്പം തന്നെ അതിന് ചീത്ത വശങ്ങളുമുണ്ട്. അപ്പൊ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലത് മാത്രം തിരഞ്ഞെടുത്ത് മാനിഫെസ്റ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. മാനിഫെസ്റ്റേഷൻ വളരെ നല്ലത് തന്നെയാണ്, നല്ലവണ്ണം വർക്കൗട്ട് ആകുന്നതാണ്. കോമൺ പീപ്പിൾസിന് അത് വർക്കൗട്ട് ആവില്ല. അതുകൊണ്ട് നല്ല ഇൻറ്റ്യൂഷൻ പവർ ഉള്ളവർക്ക് മാത്രമാണ് വർക്കൗട്ട് ആകുന്നത്. ഞാൻ ഒരിക്കലും മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടില്ല, പക്ഷേ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഞാൻ മാനിഫെസ്റ്റേഷൻ നിർദ്ദേശിക്കുന്നുമില്ല. ഞാനെല്ലാം സ്വയം വർക്ക് ചെയ്ത് നേടിയെടുക്കാനാണ് മറ്റുള്ളവരോട് പറയുന്നത്. പക്ഷേ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാം. മാനിഫെസ്റ്റേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് വളരെ സിമ്പിളായ കാര്യമാണ്. എൻ്റെ വീഡിയോ കാണാതെ തന്നെ മറ്റുള്ള ചാനലുകളിൽ ഹൗ ടു ഡു മാനിഫെസ്റ്റേഷൻ എന്നുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മാനിഫെസ്റ്റേഷനെ പറ്റി വീണ്ടും ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നില്ല, യൂട്യൂബിൽ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോയിൽ കയറിയിട്ട് അതുപോലെ തന്നെ ആ വീഡിയോ കേട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.